വീട്ടിൽ ചകിരി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി തലയിൽ തേച്ച് നോക്കൂ. നരച്ച മുടിയെ വേര് മുതൽ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കേ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുകയും വേണം. അതുപോലെ തന്നെ റിസൾട്ട് കണ്ട് നിങ്ങൾ ഞെട്ടുകയും ചെയ്യും കേട്ടോ. സാധാരണ നമ്മൾ നാച്ചുറൽ ഡൈസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് മുടിയുടെ കറുപ്പ് നിറം നൽകുക മാത്രമല്ല മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസാണ് ഉള്ളത്. പക്ഷേ ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരാനൊന്നും സഹായിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ഡൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഈ ഒരു കപ്പിന് 1 ഗ്ലാസ് വെള്ളമാണേ. നമുക്ക് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വെള്ളം നല്ലവണ്ണം തിളച്ച് വരുന്നുണ്ട്. ആ സമയത്തേക്ക് ഈ ഒരു സ്പൂൺ അളവിൽ നമുക്ക് നമ്മുടെ കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഒരു 3 സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്പൂണ് കോഫി പൗഡറും 2 സ്പൂണ് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഇപ്പോൾ കോഫി പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ. നമുക്കിനി ഈ വെള്ളത്തിനെ നല്ലവണ്ണം കുറുക്കി, നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമാണല്ലോ എടുത്തത്, അതിനെ 1/2 കപ്പ് വെള്ളമാക്കി മാറ്റാവേ. വെള്ളം നല്ലവണ്ണം കുറുകി വരുന്നുണ്ട്. കുറുകിയതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ ഡൈയുടെ വീഡിയോ ഞാൻ നമ്മുടെ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കുന്നതാണേ. നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം റിസൾട്ട് കിട്ടുമോ ഇല്ലേ എന്ന്. ഇനി നമുക്ക് വേണ്ട നമ്മുടെ തേങ്ങയുടെ ഈ സാധനമാണ് കേട്ടോ, ചകിരിയുടെ കൂർത്തിരിക്കുന്ന ഭാഗമല്ലേ, ഇതാണ് വേണ്ടത്. കുറച്ച് ഒരു 4-5 ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു പപ്പടം കുത്തിയിൽ നമുക്ക് ഇതുപോലെ കുത്തി എടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കാം, അതായത് കരിച്ചെടുക്കാവേ. അപ്പോൾ നമുക്ക് എത്ര നാൾ വേണമെങ്കിൽ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എമൗണ്ട് കൂട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അങ്ങനെയാണ് ആ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ ഇതുപോലെ വെച്ചൊന്ന് കരിച്ചെടുക്കാമേ. ഇതിൻ്റെ അകമൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് കരിഞ്ഞ് കിട്ടത്തില്ല. പിന്നെ നമ്മളിത് അരിച്ചെടുക്കുന്നത് കൊണ്ട് അകം നല്ല രീതിയിൽ കരിഞ്ഞില്ലെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം മാത്രം നല്ലവണ്ണം കരിഞ്ഞ് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ എമൗണ്ടിൽ നമ്മളിത് ഈ സാധനം എടുക്കേണ്ടി വരുമെന്ന്. അപ്പോൾ നമ്മൾ പാത്രത്തിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചകിരി തീയോടുകൂടി ഇരിപ്പുണ്ട്. ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് അണഞ്ഞോളും, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. ഇത് അണഞ്ഞതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലേക്കാക്കി നല്ലവണ്ണം പൊടിച്ചെടുക്കണേ. മിക്സിയുടെ ജാറ് നനവൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം നല്ലവണ്ണം തണുത്തിട്ടുണ്ട്. ചെറിയൊരു തീ ഇവിടെ ഇരിപ്പുണ്ട്. അതും കൂടെ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിലേക്കാക്കി പൊടിച്ചെടുക്കാവേ. നമ്മുടെ ചകിരി നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ടേ. നല്ലവണ്ണം പൊടിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്കിത് അരിച്ചെടുക്കാം. അല്ല എങ്കിൽ ഇങ്ങനെ തന്നെ നല്ലവണ്ണം പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പൊടി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച കാപ്പി വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ നല്ലവണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഇവിടെ വച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ഒരു മാറ്റവും കാണാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മൾ വിരലിൽ എടുത്ത് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ സാധാരണ നമ്മൾ നാച്ചുറൽ ഡൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വിരലിൽ നല്ല രീതിയിലാകും. പക്ഷേ ഇത് കണ്ടോ, ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം. അതായത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നമുക്ക് ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല എങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ എന്തായാലും ഈ ഡൈ എന്ന് പറയുന്നത് ഫേക്കാണ് കേട്ടോ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു മാറ്റവും നമ്മുടെ വിരലിൽ പോലും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നില്ല. സാധാരണ നമ്മൾ നാച്ചുറൽ ഡൈസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കയ്യിലാകുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 2 വാഷ് വരെയെങ്കിലും നമ്മുടെ തലയിൽ ആ നിറം ചെറുതായിട്ടെങ്കിലും കാണും കേട്ടോ. പക്ഷേ ഇത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, നമുക്ക് ഒരു റിസൾട്ടും കിട്ടത്തില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഒന്ന് പറയുക. അല്ലായെങ്കിൽ ഇത് നിങ്ങൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടിയെങ്കിലും കിട്ടിയില്ല എങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ.